സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 13ാം പഞ്ചവത്സര പദ്ധതിക്കായി ഇന്ത്യ ഭൂട്ടാന് ഇത്ര സഹായമാണ് നൽകുന്നത്? 10,000 കോടി രൂപ. 2024 സ്വിസ് ഓപ്പൺ ജിസ്റ്റാർഡ് പുരുഷ ഡബിൾസ് കിരീടം ആരുടെ പങ്കാളിത്തത്തോടെയാണ് നേടിയത്? അൽബാനോ ഒലിവെറ്റി. ഹംഗേറിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് നേടിയ ഓസ്കർ പിയാസ്ട്രി ഏത് ടീമിൽപ്പെട്ടയാളാണ്? മെക്ലാരൻ. 2023-24 സാമ്പത്തിക സർവേയിൽ ശുപാർശ ചെയ്ത PM കിസാൻ യോജനയുടെ തുക എത്രയാണ്? 8,000. അടുത്തിടെ വനിതാ T20 ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സ്മൃതി മന്ദാന. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് IFFM ആദരിച്ചതാരെ? രാം ചരൺ. പാരീസ് ഒളിമ്പിക്സ് പ്രചാരണത്തിനായി BCCI എത്ര പണമാണ് സംഭാവന ചെയ്തിട്ടുള്ളത്? 8.5 കോടി രൂപ. നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രതിദിനം 5 രൂപ എന്ന നിരക്കിൽ താൽക്കാലിക ഭവനം നൽകുന്നതിന് ശ്രമിക് ബസേര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. പരമ്പരാഗത സ്റ്റീൽ ട്രെയിനുകളെ അപേക്ഷിച്ച് 7% കുറവ് ഊർജ്ജം ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ അതിവേഗ ട്രെയിൻ ഏത് രാജ്യമാണ് അവതരിപ്പിച്ചത്? ചൈന. ഇന്ത്യയുടെ സാമ്പത്തിക സർവേ 2025 സാമ്പത്തിക വർഷത്തിൽ എത്ര ശതമാനം വളർച്ച പ്രവചിക്കുന്നു? 6.5 to 7.0%. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.